ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത്. നദിയിലെ മൺകൂനയ്ക്ക് സമീപം ലഭിച്ച പുതിയ സിഗ്നലിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. സ്പോട്ട് നമ്പർ 4 അതാണ് ഇപ്പോൾ പ്രതീക്ഷയുടെ സിഗ്നലായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നദിയുടെ മൺകൂനയ്ക്ക് സമീപം ലഭിച്ച പുതിയ സിഗ്നലിന്റെ വിവരങ്ങളിലേക്കാണ് നമുക്ക് ഇനി ഒന്ന് നോക്കേണ്ടത്. നമ്മുടെ ഡാറ്റ ടീം തയ്യാറാക്കിയ ഒരു റെപ്രസെന്റേഷനാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മലയിടിച്ചിലുണ്ടായ ഷിരൂരിലെ കുന്നിന്റെ ആകെ വലിപ്പത്തിൽ നിന്ന് എത്രമാത്രം മണ്ണാണ് പതിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 11 ദിവസമായി നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതേ വിഷയമാണ്. പ്രേക്ഷകരിൽ പലരും പല ഇൻപുട്സും പങ്കുവയ്ക്കുന്നുണ്ട്, പല വിവരങ്ങളും പലരും അയച്ചു തരുന്നു, ദൃശ്യങ്ങൾ അയച്ചു തരുന്നു. നമ്മൾ അതിൽ നിന്ന് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടങ്ങുന്ന സംഘം ഔദ്യോഗികമായി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലും ഫൈനൽ പൊസിഷനായി അല്ലെങ്കിൽ സ്പോട്ട് നമ്പർ 4 ആയി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ കൃത്യമായി ഇനി സൂചിപ്പിക്കാൻ പോകുന്നത്. ഈ മലയിടിച്ചിൽ ഉണ്ടായ ഷിരൂർ കുന്നിന്റെ ആകെ ഉയരം 300 മീറ്ററാണ്. അപകടമുണ്ടായത് ഏകദേശം 200 മീറ്ററിന് താഴേക്കുള്ള ഭാഗത്തെ മല ഇടിഞ്ഞു വീണാണ്. ആ മലയിലെ മലയിടിച്ചിൽ ഉണ്ടായ ഭാഗം ഇപ്പോൾ ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഏകദേശം 200 മീറ്റർ എങ്കിലും മുകളിൽ വീതിയിൽ മണ്ണ് താഴേക്ക് വരുന്നുണ്ട്. താഴേക്കുള്ള 200 മീറ്റർ നീളത്തിലും ആ മണ്ണ് താഴേക്ക് വരുന്നുണ്ട്. അത്രയും ടൺ കണക്കിന് മണ്ണാണ് താഴേക്ക് പതിച്ചത് എന്നുള്ളത് നമുക്കതിൽ നിന്ന് കൃത്യമായി മനസ്സിലായ കാര്യമാണ്. ആ മണ്ണ് താഴേക്ക് പതിക്കുമ്പോൾ അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അടക്കം പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. ചില വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഒഴുകി വരുന്നത് അല്ലെങ്കിൽ ടാങ്കർ ഒഴുകി വരുന്നത് അതേസമയം തന്നെ ദൃശ്യമാവുകയും ആ ടാങ്കർ വലിച്ച് കരക്കടുപ്പിക്കുന്നതിന് HP കമ്പനിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതേ ദിവസം തന്നെ അത് സംഭവിക്കുന്നു. അതിലെ ഇന്ധനം ലീക്കായത് മാറ്റുന്നതിനടക്കം അവർക്ക് കഴിയുന്നുമുണ്ട്. നദിയിലൂടെ ഒഴുകി വന്ന മരക്കഷണങ്ങൾ അത് 8 കിലോമീറ്ററിനപ്പുറമുള്ള ഒരു ഗ്രാമത്തിലെ പുഴയോരത്ത് താമസിച്ചിരുന്ന ആളുകൾക്കാണ് ലഭിക്കുന്നത്. അവരത് പെറുക്കിക്കൂട്ടുമ്പോൾ അതിൽ ഡീസലിന്റെ അംശമുണ്ടായിരുന്നു എന്നുള്ളത് അവർ പറയുന്നു. ഡീസൽ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ തടിക്കഷണത്തിലെ PA1 എന്ന മാർക്കിംഗ് ആണ് അത് അർജുന്റെ വാഹനത്തിലെ തടിയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. നദിയിൽ ഈ ട്രക്കുണ്ട് എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഒരു സൂചനയായി അത് മാറുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് സ്പോട്ട് നമ്പർ 4ലേക്കാണ്. പുഴയുടെ ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ വീതി എന്ന് പറയുന്നത് ഉദ്ദേശം 300 മീറ്റർ ആണ്. 300 മീറ്റർ വീതിയുള്ള പുഴ, ആ പുഴയിലേക്ക് പതിച്ച ഗ്യാസ് ടാങ്കർ, ഒപ്പം അർജുന്റെ ട്രക്ക്, ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഈ ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു വലിയ ടവർ, ഈ ടവർ അതിനോടൊപ്പം തന്നെ ഈ പുഴയുടെ ഓരത്ത് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കരുതുന്ന ഒരു റെയിലിംഗ് പോലെയുള്ള ഒരു ലോഹവസ്തു, ഇത്രയും സാധനങ്ങളാണ് 4 സ്പോട്ടുകളിലായി ഐഡന്റിഫൈ ചെയ്തത്. അതിൽ സ്പോട്ട് നമ്പർ 1ലെ സിഗ്നൽ എന്ന് പറയുന്നത് വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ഒഴിവാക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞിരുന്നു. അതിനുശേഷം കണ്ടെത്തിയ 3 സിഗ്നലുകൾ, ഇന്നലെ ലഭിച്ച 3 പ്ലസ് ഇന്ന് ലഭിച്ച 1, അത് 3ഉം പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും ശക്തമായ ലോഹ സാന്നിധ്യം, അതായത് ഈ ട്രക്കിന്റെ നീളത്തിൽ ഉള്ള ഒരു ലോഹ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് ഇന്നത്തെ പരിശോധനയിലാണ്, ഇന്നത്തെ നിരീക്ഷണത്തിലാണ്. ആ നിരീക്ഷണത്തിൽ കിട്ടിയ സിഗ്നൽ എന്ന് പറയുന്നത് ഈ പോയിന്റിലാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ പോയിന്റ്, ഇതാണ് സ്പോട്ട് നമ്പർ 4. സ്പോട്ട് നമ്പർ 4ലേക്കാണ് ഇനി തെരച്ചിലുകൾ മുഴുവൻ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. സ്പോട്ട് നമ്പർ 4ലാണ് ഈ ട്രക്കിന്റെ 10.5 മീറ്റർ ആണ് ഈ ട്രക്കിന്റെ നീളമായി കണക്കാക്കുന്നത്. ഒപ്പം 2.96 മീറ്ററാണ് ട്രക്കിന്റെ ഉയരം, വീതി 2.5 മീറ്ററാണ്. ഇത്രയും സാന്നിധ്യത്തിൽ, അതായത് ലോഹഭാഗങ്ങൾ ഇവിടം വരെയുള്ള ഭാഗത്ത്, അതായത് 10.36 മീറ്ററിലും ലോഹഭാഗങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സിഗ്നലാണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ അത് ഈ വാഹനത്തിൻ്റെതാകാനുള്ള സാധ്യത കൂടുകയാണ്. കാരണം അതിനു മുൻപ് സ്പോട്ട് 3ൽ ഒപ്പം സ്പോട്ട് 2വിൽ കിട്ടിയിരിക്കുന്ന ലോഹഭാഗങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അത്രയും ലെങ്തിയായ ഒന്നല്ല. ഈ വാഹനം വിഘടിച്ചു പോയിട്ടില്ല, വാഹനം ഒന്നായി തന്നെ കിടക്കുന്നു എന്ന രീതിയിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. വിഘടിച്ചു പോയതായിട്ടുള്ള സൂചനകൾ ഈ നിമിഷം വരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അക്കാര്യത്തിൽ സീറോയിൻ ചെയ്യുന്നത്. അപ്പോൾ സ്പോട്ട് 4ൽ നടത്തുന്ന പരിശോധനയിൽ അവിടെ പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺകൂന, നമ്മൾ അവിടെ കണ്ടത് ഒരു വലിയ മൺകൂന, ആ മൺകൂനയാണ് നമ്മളിപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്പോട്ട് നമ്പർ 4. ആ മൺകൂന, അതിന് ചുറ്റും രൂപപ്പെട്ടിരിക്കുന്ന ചെറിയ ചെറിയ മൺകൂനകൾ, അത് ഈ ടവറിന്റെ ഭാഗം കിടക്കുന്നതാകാം, അല്ല എങ്കിൽ മറ്റ് ഭാഗങ്ങൾ, ഈ റെയിലിന്റെ ഭാഗം ഒക്കെ കിടക്കുന്നത്. ഒപ്പം ഒരു ടാങ്കർ ലോറി കൂടി ഈ വെള്ളത്തിലേക്ക് വീണിരുന്നു. നേരത്തെ കിട്ടിയ ബുള്ളറ്റ് ടാങ്കർ അല്ല, മറ്റൊരു ടാങ്കർ ലോറി വീണിരുന്നു. ആ ടാങ്കർ ലോറിയുടെ ക്യാബിൻ ഭാഗവും വെള്ളത്തിനടിയിലുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ട അർജുന്റെ ട്രക്ക്, ആ ട്രക്കിലെ ക്യാബിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അർജുൻ. ഉണർന്നിരുന്നെങ്കിൽ താൻ അയച്ച വാട്സാപ്പ് മെസ്സേജ് അർജുൻ കണ്ടേനെ. ആദ്യം ഉണർന്നാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് വിളിക്കുന്ന ശീലമുണ്ട് അർജുന് എന്നതാണ് ഇന്ന് ഇപ്പോൾ അർജുന്റെ കുടുംബം പറഞ്ഞത്. ആ വിവരം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ അവസാനം അയച്ച 7:50
9 അയച്ച വാട്സാപ്പ് മെസ്സേജും കണ്ടിട്ടില്ല, അത് തുറന്നു നോക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം അർജുന ലോറിക്കുള്ളിൽ ഉറങ്ങുകയായിരിക്കാം എന്നതാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. നമുക്കും അതേക്കുറിച്ച് വ്യക്തതയില്ല. ക്യാബിനിലുള്ള തെരച്ചിലിൽ അർജുൻ അതിലുണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അർജുൻ എവിടെയാണ് എന്നത് ഈ 11ാമത്തെ ദിവസവും അവ്യക്തമായി തുടരുന്ന, ദുരൂഹമായി തുടരുന്ന കാര്യം തന്നെയാണ്. ഈ ട്രക്കിന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സ്പോട്ട് നമ്പർ 4, അവിടെ നിന്ന് ലഭിച്ച സിഗ്നൽ വളരെ ശക്തമായതിനാൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇനി നടത്താൻ പോകുന്നത്. ആ തെരച്ചിലിനായി ഉപയോഗിക്കുന്നത് പോൺടൂൺസ് ആണ്. 4 പോൺടൂൺസുകൾ ആങ്കർ ചെയ്തുകൊണ്ട് ആ പരിശോധന എങ്ങനെയാണ് നടത്താൻ പോകുന്നത് എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. നാളെ തന്നെ ഈ പരിശോധനയിലേക്ക് കടക്കും. സാധ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ എല്ലാം പരിശോധിക്കും ഈ സ്പോട്ട് നമ്പർ 4ലേക്ക് എത്തുന്നതിന് എന്നതാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് നോക്കൂ, പുഴയോരത്താണ് ഈ സൈഡ് സ്കാൻ സോണാർ പരിശോധനയിൽ 2 കോൺടാക്റ്റുകൾ നേവി ഐഡന്റിഫൈ ചെയ്തത്. നേവി ഐഡന്റിഫൈ ചെയ്ത കോൺടാക്ട് 1 എന്ന് പറയുന്നത് ഈ ഭാഗത്തായിരുന്നു. അതായത് നമുക്ക് ആ സ്പോട്ട് നമ്പർ കൃത്യമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ പുഴയോട് ചേർന്നുള്ള സോണാർ പരിശോധനയിൽ കിട്ടിയ സ്പോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ടായിരുന്നു. ഇവിടെയാണ് ഈ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. കുറച്ചുകൂടി ഉള്ളിലേക്കായി മറ്റൊരു സ്പോട്ട് കൂടി അവർ ഐഡന്റിഫൈ ചെയ്തിരുന്നു. കോൺടാക്ട് നമ്പർ 2 ആയി ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഇതിന് രണ്ടിനും ഇടയിലായിട്ടുള്ള 3 ഭാഗങ്ങളിലായാണ് ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ ഐബോട്ട് ഡ്രോണിന്റെ പരിശോധനയിൽ കിട്ടിയ സിഗ്നൽ സ്ട്രെങ്തും നിൽക്കുന്നത്. അതായത് നമുക്ക് ന്യായമായും അനുമാനിക്കാൻ കഴിയുന്നത് ഈ പരിശോധനകളുടെ എല്ലാം ആകെ തുക എന്ന് പറയുന്നത് നദീതീരം മുതൽ ഈ മൺകൂമ്പാരം കിടക്കുന്നത് വരെയുള്ള ഭാഗങ്ങളിലാണ് ഈ ലാൻഡ് സ്ലൈഡിൽ, ഈ മണ്ണിടിച്ചിലിൽപ്പെട്ട എല്ലാ വസ്തുക്കളും വന്നടിഞ്ഞു കിടക്കുന്നത്. ഒഴുകിപ്പോയവയുണ്ടാകാം, ഒഴുകാതെ ഇപ്പോഴും മണ്ണിന്റെ അടിത്തട്ടിൽ, പുഴയുടെ അടിത്തട്ടിൽ തറഞ്ഞു കിടക്കുന്നത് ഈ വസ്തുക്കളായിരിക്കാം എന്നതാണ് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം.